used to believe we were burning on the edge of something beautiful, something beautiful. Selling a dream, smoking mirrors keep us waiting on a miracle, on a miracle. Say go through the darkest of days, having to heartbreak away. Never let you go, never let me down. Oh, it's been a hell of a ride, driving the edge of a knife. Never let you go, never let me down. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. മാഷിനെ ഈ ചടങ്ങിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയായിരുന്നു. അടുത്തതായി നമ്മുടെ ഹെഡ് മാസ്റ്ററായിരുന്ന ജോസ് മാഷ് കഴിഞ്ഞ തവണ നമ്മുടെ കൂടെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ജോസ് മാഷും സോഫി ടീച്ചറും കൂടി പങ്കെടുത്തിരുന്നു. അപ്പോൾ ജോസ് മാഷ് HM ആയിരുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പദവി അലങ്കരിക്കുന്ന ജോസ് മാഷിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ തവണ നമ്മുടെ തിരികെ 2004-2022 എന്നുള്ള പരിപാടി നടത്തുമ്പോൾ 18ഓളം ടീച്ചേഴ്സ് പങ്കെടുത്തിരുന്നു. അതിൽ ഇപ്പോൾ അംഗബലം വളരെ കുറഞ്ഞു പോയി. ആകെ 6 പേരെ വന്നിട്ടുള്ളൂ. ഇപ്പം നാട്ടിലുള്ള ടീച്ചേഴ്സ് എന്തായാലും കെട്ടിയവൻ്റെ കൂടെ വരാം എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് സോഫി ടീച്ചറും ജോസ് മാസ്റ്ററും വന്നു. പക്ഷേ വത്സമ്മ ടീച്ചറെ
കഴിഞ്ഞ തവണ വന്നിരുന്നു. വത്സമ്മ ടീച്ചറും ബീന ടീച്ചറൊക്കെ വന്നിരുന്നു. അവരൊരു കെട്ടായിട്ട് വന്നതാണ്. ഈ തവണ അതിന് അവർക്ക് എന്തോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. ആ വത്സമ്മ ടീച്ചറെ ഞാൻ ഹാർദമായിട്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തായി സോഫി ടീച്ചർ ജോസ് മാഷും കഴിഞ്ഞ തവണ നമ്മുടെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നതാണ്. സോഫി ടീച്ചറുടെ വക ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ തവണ പ്രാവർത്തികമാക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ് ടീച്ചർ ഈ തവണ നമ്മുടെ ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത്. സോഫി ടീച്ചറെ ഈ ചടങ്ങിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാം. കൊച്ചു ത്രേസ്യ ടീച്ചറെ ഈ ചടങ്ങിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാം. പിന്നെ എൻ്റെ അയൽക്കാരിയും എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുമായ ടീച്ചറെ ഞാൻ ആനി എബ്രഹാം ടീച്ചർ എന്നാണ് ടീച്ചറുടെ പേര്. എബ്രഹാം മാഷിനെയും നിങ്ങളെ അറിയായിരിക്കും, പക്ഷെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ആനി ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മകനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അനൂപ് എന്നാണ് പേര്, വക്കീലാണ്, തൃശ്ശൂരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആനി ടീച്ചറെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ായിട്ട് ഇനി ക്ഷണിക്കാൻ ഉള്ളത് നിങ്ങളെയാണ്. എല്ലാവരും വരാം എന്ന് പറഞ്ഞിട്ട് പോലും ഈ ചടങ്ങിനോട് ഇത്രയധികമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നമ്മുടെ കൂട്ടുകാരോടും അവരുടെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി എല്ലാവരോടും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾക്കാകെ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന 3 പേരാണ് നമ്മളെ വേർവിട്ട് പോയിരുന്നുള്ളൂ. ഇപ്പം അത് 4 പേരായി. അപ്പോൾ ഈ 4 പേർക്കും ഗോപു അടക്കമുള്ള എല്ലാ 4 പേരും കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ചടങ്ങ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് 1 മിനിറ്റ് ഒന്ന് എണീറ്റ് നിന്നിട്ട് മൗനം ആചരിച്ചുകൊണ്ട് ഈ പരിപാടി തുടങ്ങും. നമ്മുടെ ടീച്ചർ മാഷ്, അതുപോലെയുള്ള നമ്മുടെ മറ്റ് ടീച്ചേഴ്സ്, അതുപോലെ ബിപിൻ, മറ്റ് പലരുടെയും പേരുകൾ എനിക്കറിയില്ല. ബിപിന് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പും മറ്റുമായിട്ട് ഞാനിങ്ങനെ കൂടെ ബന്ധം നിലനിന്ന് പോകുന്നുണ്ട്. ബിപിൻ ക്രൈം ബ്രാഞ്ചിൽ നല്ല സേവനം അനുഷ്ഠിക്കുന്നു. മറ്റുള്ള ഡീറ്റെയിൽസ് എനിക്കറിയാം. മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇങ്ങനെ ചോദിക്കും, മറക്കും, ഇങ്ങനെയൊക്കെയായിട്ട് പോകുന്നത്. അതുകൊണ്ട് പേഴ്സണലായിട്ട് മുഴുവൻ പേരെടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. ബിപിന് ഉള്ള കോണ്ടാക്റ്റ്, ബിപിനിലൂടെയുള്ള കോണ്ടാക്റ്റാണ് എനിക്ക് പലപ്പോഴും ഉള്ളത്. ഇതിൻ്റെ ഒരു അധ്യക്ഷ പദവി ഔപചാരികതയൊന്നും വലിയത് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നു, വർത്തമാനം പറയണു, നിങ്ങളൊക്കെ എന്ത് ചെയ്യണു, മക്കളും അവരുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു പേരക്കുട്ടികളുടെ സ്ഥാനത്ത് നിൽക്കുന്ന കൊച്ചുമക്കളെ ഒക്കെ ഒന്ന് പരിചയപ്പെടുക, അങ്ങനെയൊക്കെ ഒരു 1-2 മണിക്കൂർ നിങ്ങളോടൊപ്പം ചിലവഴിക്കുക. അതൊരു സൗഹൃദപരമായ ഒരു നേരം പോക്ക്, നല്ല കലാപരിപാടികൾ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ അവതരിപ്പിക്കുക എന്നൊക്കെയുള്ളൊരു ഗെറ്റ് ടുഗെദറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നണു. പിന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും, അതിനോടൊപ്പം അതും കഴിക്കുക, വർത്തമാനം പറയുക. അല്ലാണ്ട് വലിയ ഔപചാരികതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഒരു അധ്യക്ഷ സ്ഥാനത്ത് ഒരാളെ വേണം. അതുകൊണ്ടാണ് എന്നെ ബിപിൻ സ്ഥാനം എനിക്ക് തന്നിരിക്കുന്നത്. ഞാനത് സ്വീകരിക്കണം. നന്ദിയുണ്ട്. ആകെപ്പാട് ഒരു പ്രശ്നങ്ങളിലൂടെ പോകുന്ന 1 കൊല്ലം 2 കൊല്ലത്തിൽ 1 കൊല്ലത്തിലെ ബാച്ചുകാരാണ് നിങ്ങൾ. അതിൻ്റെ പേരിൽ തന്നെ ഇത്തിരി റിസൾട്ട് എണ്ണത്തിൽ ഇത്തിരി കുറവുണ്ടായിരുന്നു. പിന്നെ അന്ന് വാരിക്കോരി മാർക്കിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അതിൽ പിന്നെയാണ് ഗ്രേഡ് തിരിക്കലും മാർക്കുകളും ഒക്കെ ധാരാളം വന്ന റിസൾട്ട് ശതമാനത്തിന് ഒരുപാട് കൂടി. അന്ന് അതേമാതിരിയുള്ള ഗ്രേഡിംഗ് രീതി അത്രയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ കേരള സ്റ്റേറ്റിൽ തന്നെ 2, 3, 4 സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു സ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെയാണ് നമ്മുടെ സ്ഥാപനം. നമുക്ക് അതിൽ നന്ദിയുണ്ട്, അഭിമാനമുണ്ട്. നമ്മുടെ സ്കൂള് ഇന്ന് അതിൻ്റെ നിലവാരം അത്ര ഉന്നതിയിലാണ്. അങ്ങനെയുള്ളൊരു സ്കൂള്, ഞാനും ഈ 2 കൊല്ലം ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളെങ്കിലും എനിക്ക് ഒരു വൈകാരിക ബന്ധമാണ് ഈ സ്ഥാപനത്തോട്.
ഈ രണ്ടും ഞാൻ പരിഹാരത്താണ് 24 കൊല്ലം വർക്ക് ചെയ്തിരുന്നത്. ആ 24 കൊല്ലം വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തെക്കാളും 2 കൊല്ലം വർക്ക് ചെയ്തിരുന്ന ഈ സ്ഥാപനത്തോട് എന്നും ഒരു വൈകാരിക ബന്ധം കൂടുതലാണ് എനിക്ക്. അത് ഇവിടുത്തെ നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും ഞങ്ങളും തമ്മിലുള്ള ആ സ്നേഹബന്ധം വളരെ ഊഷ്മളമായിരുന്നു. അത് നിങ്ങളിലും നോക്കിയാൽ ഇപ്പം എത്ര പേര് ഈ ഉച്ചനേരത്ത് പലരും പുറത്തൊക്കെ ആയിരിക്കാം, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ബിപിൻ പറഞ്ഞു നമ്മൾ വരും എന്ന് പറഞ്ഞാൽ അവരെത്തിയില്ല, പക്ഷേ എല്ലാവർക്കും എത്താൻ പറ്റുന്ന സാഹചര്യം ആവില്ല. അന്ന് എത്ര കുട്ടികളുണ്ടായിട്ടുണ്ടാവും? 9, 10, 400 ചില്ലാനം അല്ലേ? 320 കുട്ടികളിൽ ഇന്നിപ്പോൾ 10-70 പേരെത്തിയിട്ടുണ്ടാവും അല്ലേ? എങ്കിലും അത്ര സാധിച്ചല്ലോ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ മറ്റ് ടീച്ചേഴ്സ്, സദസ്സിലിരിക്കുന്ന 2004 തിരികെ എന്ന ബാച്ചിലെ കുട്ടികളെ, നിങ്ങൾക്ക് 2 വാക്ക് പറയാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് കഴിഞ്ഞ നിങ്ങളുടെ മീറ്റിങ്ങിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഞാൻ എത്തിച്ചേരാത്ത സാഹചര്യം എനിക്ക് മെസ്സേജ് ഇട്ടിരുന്ന ആൾക്ക് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ മറുപടിയിൽ വീണ്ടും ഒരു വാചകം എന്നെ പ്രേരിപ്പിച്ചു. മാഷിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു സന്തോഷമായേനെന്ന് പറഞ്ഞിരുന്നു. ആ വാചകത്തെ ബിപിനാണെന്ന് തോന്നുന്നു, ആരെന്നറിയില്ല ആ വാചകം ഇട്ടത്. അപ്പോൾ എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് സന്തോഷമുണ്ട് എങ്കിൽ ഞാൻ വരേണ്ടതായിരുന്നു എനിക്ക് തോന്നി. ഈ കൊല്ലം ഇത് വീണ്ടും ആവർത്തിച്ചപ്പോൾ എങ്ങനെയെങ്കിലും പോകണമെന്ന് ഞാൻ തീർച്ചയാക്കിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് മനസ്സ് ഈ സദസ്സിനോടൊത്ത് ചേരാനായിട്ട് വന്നു ചേരാൻ അവസരം ഉണ്ടാക്കിയത്. നിങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥതയിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഈ സ്ഥാപനത്തിനോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിന്. കുറേയേറെ പേര് പുറത്താണെന്നറിയാം, എങ്കിലും അവരൊക്കെ ഇന്ന് ഈ വീഡിയോ സംവിധാനത്തിൽ കൂടെ അതൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഈ സ്കൂളിൻ്റെ സൽപ്പേര് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരിലേക്കും ഒരുപോലെ പകർത്തുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ഈ എണ്ണം ഇവിടെ 300-ൽ നിന്ന് ഇത്രയും ചുരുക്കി കണ്ടപ്പോൾ ഞാൻ 1 മാസം മുന്നേ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഞങ്ങളുടെ 10ാം ക്ലാസ്സുകാർ ഇതുപോലെ കൂടിച്ചേർന്നു. ഞങ്ങളന്ന് 27 പേരാണ് പഠിച്ചിരുന്നത്. അതിൽ 11 പേരെ കൂടിച്ചേരാനുണ്ടായുള്ളൂ. അത് സ്ഥലത്തില്ലാത്തവരാണെങ്കിലും സാന്നിധ്യം കൊണ്ട് 11 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി 50-52 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൂടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ 300-ൽ നിന്ന് അത് ഇപ്പോൾ ഒരു 70-ലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അത് അടുത്ത മീറ്റിങ്ങൊക്കെ ആകുമ്പോഴേക്കും കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയായാലും ഈ സ്കൂളിനോടുള്ള നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ പഠിച്ച് ഇന്ന് നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. സ്കൂളിൻ്റെ നല്ല പേര് നിങ്ങൾ നിലനിർത്തി സ്ഥാപനത്തിന് ഇനിയും വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സഹകരിച്ച് സ്ഥാപനത്തോട് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വത്സമ്മ ടീച്ചറെ ക്ഷണിച്ചു. 2004 ഞങ്ങളുടെ മുമ്പിൽ വളരെ അനുസരണയോടെ ഇരുന്ന് ഓരോ അവരുടെ മക്കൾ ഒരുമിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളെ നിമിഷം ഓർക്കുകയും ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്തതിന് വളരെ നന്ദിയും സന്തോഷമുണ്ട്. ഈ കുട്ടികളുടെ സ്കൂളിൻ്റെ ബസ് ഇറങ്ങി നമ്മൾ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ മുറ്റവും ഇതിൻ്റെ അടുത്തുള്ള ഈ പള്ളിയും എല്ലാം നമുക്ക് വളരെ മാനസികമായ വളരെ സന്തോഷം തരുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ആ ചുറ്റുപാടിൽ നിങ്ങൾ ഇവിടെ കളിച്ചു പഠിച്ചു വളർന്ന് ഇത്രത്തോളം ആയി.
ഇപ്പോൾ നിങ്ങളുടെ മക്കൾ ഒരുമിച്ച് അങ്ങനെ നല്ലൊരു കുടുംബജീവിതമൊക്കെ ആയിട്ട് പോകുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അവർക്ക് എത്രയും വേഗം നല്ലൊരു കുടുംബജീവിതമൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് നല്ല അനുസരണയിലും നല്ല സ്വഭാവശുദ്ധിയിൽ വളർന്നു വരുവാനുള്ള കൃപ ദൈവം അതിനുള്ള അനുഗ്രഹം തരട്ടെ. നിങ്ങൾക്കൊക്കെ നല്ലൊരു ഭാവി, നല്ല സർവ്വ ഐശ്വര്യങ്ങളും ഈ പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ. അതിനായി നന്മകൾ നേരുന്നു. സർവൈശ്വര്യം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നന്ദി. സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, അവരുടെ കൊച്ചുമക്കളെ, ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളതായിട്ടുള്ളൊരു സന്ദർഭമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലത്തിലാണ് നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നത്. വീണ്ടും ഇത്രയും കുട്ടികളെയൊക്കെ സംഘടിപ്പിക്കുക, പ്രത്യേകിച്ചും ഈ ജനുവരി സീസൺ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പെരുന്നാളുകളും കല്യാണങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും തിരക്കുള്ള സമയങ്ങളാണ്. അപ്പോൾ ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള സംരംഭമാണ്. അപ്പോൾ നിങ്ങൾ അതിന് വളരെ ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തു. ഞങ്ങളെല്ലാവരെയും ഓർത്തു, വിളിച്ചു. എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയിരുന്നില്ല. വിപിൻ വീണ്ടും മോനോട് പറഞ്ഞു, പ്രത്യേകമായിട്ട് പറഞ്ഞു. പിന്നെ ഇന്നലെ വീണ്ടും ഓർപ്പിച്ചു. അപ്പം അതിന് പേരിൽ എങ്ങനെ വരാതിരുന്നാൽ പ്രയാസമല്ലേ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. പിന്നെ തന്നെയുമല്ല, സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സ്കൂൾ വളരെ ഉയർന്നു നിൽക്കുകയാണ് കേരളത്തിൽ തന്നെ. അത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വളരെ അഭിമാനമുണ്ട്. അപ്പം അതിൻ്റെ പേരിലൊക്കെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ നിങ്ങളുടെ എല്ലാവരെയും മുഖങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹം ഇങ്ങനെ നിലനിന്ന് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിൽ വേദന അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇങ്ങനെയുള്ളതായിട്ടുള്ള സന്ദർഭം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും. നിങ്ങളത് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. 2004 ബാച്ചിലെ എൻ്റെ SSLC വിദ്യാർത്ഥികളെ, കൊച്ചുമക്കളെ, ആദ്യമായി നിങ്ങളുടെ ഈ സംഗമത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ, അതിനുവേണ്ട എല്ലാ ആശംസകളും നേരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾ കൂടിയപ്പോൾ ഞാനൊരു ആവശ്യം, ഒരു അഭ്യർത്ഥന പോലെയാണ് വെച്ചത്. നിങ്ങളിങ്ങനെ വെറുതെ കൂടി പോകുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ ബാച്ചിൽപ്പെട്ട വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവർക്ക് സാമ്പത്തികമായും നിങ്ങളുടെ വ്യക്തിപരമായും എന്തെങ്കിലും സഹായങ്ങൾ നൽകണം എന്ന് ഞാൻ വിപിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ അവൻ വിളിച്ചപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത്, ടീച്ചർ കഴിഞ്ഞ വർഷം പറഞ്ഞ ആ ഒരു സംരംഭം ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വാക്ക് വിലക്കെടുത്തതിനും ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയതിനും നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. നന്ദി. വേദിയിൽ ഇവിടെ ഇരിക്കുന്നവർ, ടീച്ചർ മാഷ് എൻ്റെ ഗുരുനാഥനാണ്. ജോസ് മാഷ് എൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. ആനി ടീച്ചർ നിങ്ങൾ ഫിസിക്സ് മാഷ് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറായിരുന്നു. ബാക്കി 3 പേരും ഞങ്ങൾ വളരെ അടുത്തൊരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ എനിക്കിപ്പോൾ അവർ ബാക്കിലിരിക്കുമ്പോൾ മുന്നിലിരിക്കാനൊരു വിഷമം തോന്നി. അത് ഞാൻ പല പ്രാവശ്യം തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ അനുഭവത്തോടുകൂടി ഞാൻ അവിടെ ഇരുന്നു. തീർച്ചയായിട്ടും വൈകിയതിൽ ഖേദം പ്രകടിപ്പിക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ നമ്മുടെ OSAയുടെ ഒരു ജനറലായിട്ടുള്ള എല്ലാ കുട്ടികളെയും കൂടി, എല്ലാ ബാച്ചിലെ കുട്ടികളെയും കൂടി ഒരുമിപ്പിച്ച് ജനുവരി 28-ാം തീയതി ഇവിടെ വെച്ച് തന്നെ വിപുലമായിട്ടുള്ളൊരു ജനറൽ ബോഡി ഒരു മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് കുറച്ച് നേരത്തെ കഴിഞ്ഞുള്ളൂ. ഇവിടെ നിന്ന് ഇവർ പ്രതിനിധികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരും വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ചില മുഖങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അത് പലപ്പോഴും വഴിയിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വിഷമം വിചാരിക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോ, അഹങ്കാരമാണെന്ന് വിചാരിക്കരുത്. വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, 2004 കൊച്ചുമക്കളെ, അവരുടെ കൊച്ചുമക്കളെ, എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ടാകണം. 2024 പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും തീർന്നു പോയിട്ടില്ല. എല്ലാ ആശംസകളും എല്ലാവർക്കും നേരെയാണ്. പിന്നെ തുടക്കത്തിൽ വിപിൻ പറഞ്ഞതുപോലെ ഇന്നലെ ഉച്ച കഴിഞ്ഞ്
വിളിച്ചു പറഞ്ഞു ഇന്ന് ബാച്ച് ഓടുന്നുണ്ട്, ടീച്ചർ വരും കൺഫേം ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇതിന് മുൻപ് ഇങ്ങനെ ഒരു ക്ഷണം കിട്ടിയില്ല, പിന്നെ ഇങ്ങനെ കൺഫേം ആക്കുന്നത്. അപ്പം ഇതിന് മുൻപ് വിളിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ കിട്ടിയില്ല. പക്ഷേ പരിഭവമൊന്നുമില്ല, നിങ്ങളും തിരക്കിലാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ട്, വൈകിയാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം ഞാൻ വരാൻ നോക്കാമെന്ന് പറഞ്ഞുള്ളൂ, ഉറപ്പൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ളവർക്ക് സോഷ്യൽ സയൻസാണ് എടുത്തിരുന്നത്. അന്നത് പഠിക്കാൻ അത്രയധികം താല്പര്യം കാണിച്ചവർ വളരെ തുച്ഛമായിരിക്കും. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു ഞാൻ ബെഞ്ചിൻ്റെ അടിയിലേക്ക് മാറിയിരിക്കും ചോദ്യം വരല്ലേ എന്നാഗ്രഹിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ സിലബസ് തീർക്കണം, ഡിസംബർ ആകുമ്പോഴേക്കും സിലബസ് തീർക്കണം, നിങ്ങളെ റിവിഷൻ നടത്തി പഠിപ്പിച്ച് മാർക്ക് റിസൾട്ട് എന്തായാലും ടോപ്പിലേക്ക് കയറ്റി കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിങ്ങനെ ക്ഷണിച്ച് ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. യോഗത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ പ്രധാന അധ്യാപകനുമായിരുന്ന ജോസ് മാഷ്, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, പവിത്രമായ പ്രത്യയശാസ്ത്രങ്ങളാൽ പാതയമായിക്കൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും വിവിധ മേഖലകളിലും തൻ്റേതായ കഴിവുകളൊക്കെ എത്തിച്ച് നല്ല മാതൃകളായി വീണ്ടും ആ പഴയ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്ന് സൗഹൃദം പങ്കിടുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷമുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് വീണ്ടും ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കലാലയത്തിനും വിദ്യാലയത്തിനും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ രൂപങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ തലമുറകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മാറ്റം അനിവാര്യമാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടെത്തുവാനും അതിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലും നമ്മുടെ ഓർമ്മകളെ വീണ്ടും ഉണർത്തുവാനും ഒരു വേദി ഒരുക്കി തരുവാൻ ഇതിന് പരിശ്രമിച്ച ഒട്ടനവധി നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. വിദേശത്ത് നിന്നായാൽ പോലും ജിനീഷും വിപിനും എറിക്സനും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു മണിക്കൂറത്തെ ഈ ഒത്തുചേരലിന് വേണ്ടി ഏകദേശം 2-3 മാസത്തെ എഫേർട്ട്, ആ ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നു ഈ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഓരോ കാര്യങ്ങൾ. പലപ്പോഴും വാട്സപ്പ് കൂട്ടായ്മകളിലാണ് ഇത് കൂടുതൽ കാണുമെങ്കിലും അത് പ്രവൃത്തി പദത്തിലെത്തിക്കുവാൻ അവർ കാണിക്കുന്ന ആ ഇച്ഛാശക്തി അത് എടുത്തു പറയേണ്ടതാണ്. എണ്ണത്തിൽ ഒരു കാര്യവുമില്ല, കാരണം നമുക്കറിയാം എല്ലാവരും വിദേശത്താണ്, ഭൂരിഭാഗം ആളുകൾ വിദേശത്താണ്. മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ, മനസ്സേ മായ മറയത്തു ദൂരെ പറന്നേ പോയാൽ ഞാൻ എന്തു ചെയ്യും, തിരികെ വരാമോ ഇതിലേ. ഓർമ്മയിലൂടെ
ഞാനിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം നമ്മുടെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അത് ജനറൽ ഗ്രൂപ്പാണ്. ഈ സ്കൂള് സ്ഥാപിതമായ കാലം മുതൽ ഇന്ന് വരെ പഠിച്ചിറങ്ങിയ എല്ലാവരും മെമ്പർമാരാണ്. അങ്ങനത്തെ ഒരു ജനറൽ ഗ്രൂപ്പാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് അച്ഛനെ കിട്ടിയിട്ടില്ല, ഇന്നാണ് ഞാൻ കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും കുടുംബസമേതം ജനുവരി 28 ഞായറാഴ്ചയാണ്, ഹോളിഡേയാണ്. എല്ലാവരെയും കുടുംബസമേതം നമ്മുടെ ജനറൽ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I've been walking 1,000 miles, too many places, and I know there's a reason why. Whatever I do, and the day that I met you, I would always find a way to make it right. Any place, anywhere, anytime. Every day